ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, മിൽക്ക് ബോക്സ് കിട്ടോ. ഒരു പൊട്ടിയൊരു മിൽക്ക് ബോക്സ് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കണ്ടില്ലേ, 2 അറ ആയിട്ടുള്ള നല്ലൊരു ബോക്സ് കിട്ടോ. അപ്പോൾ എന്താണ്, പൊട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്ത് നമുക്ക് ചെടി നടാമെന്ന് വിചാരിച്ച്. കണ്ടില്ല, പൊട്ടില്ലെങ്കിൽ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഗ്ലാസ്സൊക്കെ നല്ലോണം തേച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിനി. പിന്നെ വിചാരിച്ച് പൊട്ടുള്ളതുകൊണ്ട് അത് വേണ്ട, നമുക്കിതിലേക്ക് ചെടി നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ചെടി നടണതിന് മുന്നേ നമ്മൾ അടിച്ചു വാരിയാലുണ്ടാവുമല്ലോ, നമ്മളെ ഇലകളൊക്കെ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിത് എടുത്ത് വെച്ച ഇലകളാണ് കേട്ടോ, നമ്മളെ മുറ്റത്തുള്ള പ്ലാവിൻ്റെ ഇലയൊക്കെയാണ് കേട്ടോ അത്. അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് വെക്കും. ആ സമയത്ത് നമുക്ക് ഓരോ നടുന്ന സമയത്ത് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യില്ല, നല്ല കരിയില്ല കേട്ടോ. അപ്പോൾ മണ്ണും ഇലയും ഒക്കെ വാടുള്ള ഒരിതാണ്. അപ്പോൾ ഞാൻ അതിങ്ങോട്ട് എടുത്ത് വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല കരിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഞാൻ ഇല ഇങ്ങനെ നല്ലോണം കുത്തി ഇങ്ങോട്ട് അടിയിൽ ഇങ്ങോട്ട് അമർത്തി ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കൊക്കോൻ്റെ ഇല, അങ്ങനത്തെ പല ഇലകളൊക്കെയാണ് കേട്ടോ ഇതുള്ളത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്കിനി മണ്ണിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നല്ലൊരു വളമാട്ടോ ഈ ഇലകൾ ഇടുന്നത്. പിന്നെ നല്ല വെയിറ്റും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് മണ്ണായാൽ എന്താണ് പ്രശ്നം എന്ന് പറയാനോ, നമുക്കിതൊക്കെ നനക്കുന്ന സമയത്ത് ചെടികൾക്ക് നല്ലോണം വളരാൻ കഴിയൂല, ഫുള്ള് മണ്ണാണെങ്കിൽ. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ കരിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കരിയിലിട്ട് കൊടുക്കുക, അപ്പോൾ വേര് ഓടാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കരിയിലയും പച്ചരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇല ഇട്ടതിന് ശേഷം ഇതുപോലെ മണ്ണ് ഞാൻ ഇനി ഇട്ട് കൊടുക്കുക കേട്ടോ. നിറയെ മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യമായിട്ട് മണ്ണും വേണേ. പിന്നെ നമ്മളത് വലിയൊരു ബോക്സ് ആയതുകൊണ്ടാണ് അത്യാവശ്യം മണ്ണ് തന്നെ ഇതിലേക്ക് വേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, നല്ല താഴ്ച ആയെന്നൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. നമ്മളിതിലേക്ക് നടാൻ ഉദ്ദേശിക്കുന്നത് 10 മണി ചെടികൾ കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡിലേക്ക് മണ്ണിട്ട് കൊടുത്തത് പോലെ ഇനി മറ്റേ സൈഡിലേക്ക് കൂടി മണ്ണിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ തന്നെ ആദ്യമേ ഇവിടെ റെഡിയാക്കി വെച്ചതാണല്ലോ, അതിനോട് തന്നെ മണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഒഴിവുള്ള സമയത്ത് മണ്ണൊക്കെ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയാം. അപ്പം നമുക്കിങ്ങനെയൊക്കെ മണ്ണ് റെഡിയാക്കുക, അതിങ്ങനെ കൊത്തി നമ്മൾ കൊണ്ടുവന്ന് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇതിലേക്ക് ഒക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 10 മണി ചെടികളാണ് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതെ, നമ്മൾ നടാൻ വിചാരിച്ച 10 മണി ചെടി കേട്ടോ. നല്ല വൈറ്റ് കളറിലും റെഡ് കളറിലും കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഒരുപാടുണ്ടായിന്, അതൊക്കെ കുറച്ച് ഇപ്പോഴും ടെറസിൻ്റെ മുകളിലുണ്ട്. ഞാൻ അയിമന്ന് പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് കുറച്ചുകൂടി നട്ട് പിടിപ്പിക്കാൻ തന്നെ. ഒന്ന് പോകുമ്പോൾ തന്നെ അടുത്തത് നട്ട് പിടിപ്പിക്കണമല്ലോ, എന്നാലാണ് നമ്മളടുത്ത് ചെടി ഇങ്ങോട്ട് അധികമായിട്ട് ഉണ്ടാവും ചെയ്യാം. നമ്മളത് നശിച്ച് പോയാലും തന്നെയോ പിന്നെ തീരെ ഇല്ലാതാവും. പിന്നെ നമുക്ക് ഓരോരുത്തരത്തു നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിമ്പടിയൊക്കെ നട്ട് പിടിപ്പിക്കലാണ് സാധാരണ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഈ ഇലയൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വൈകുന്നേരം ആയാലും ഒരു ഇതാണല്ലോ, ഇലയൊക്കെ ഇങ്ങോട്ട് ഉറങ്ങിയ മാതിരി ഇങ്ങനെ നിൽക്കും ചെയ്യണേ. അതുകൊണ്ടാട്ടോ ഒരു ഭംഗിയില്ലാത്ത രീതി നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓരോ തണ്ടും എടുത്തിട്ട് ഞാൻ ഇതുപോലെ കോലിനോട് കുത്തി ഇങ്ങോട്ട് അതിലേക്കാട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടി. നമ്മളടുത്ത് ഇങ്ങനെ ഒരു പഴയ പൊട്ടിയ ബോക്സുകളും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ വേസ്റ്റാക്കി വെച്ചത്, നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടി എടുത്ത് വെച്ചതായിരിക്കും. അതൊക്കെ ഇതുപോലെ നട്ട് നോക്കിയാൽ നല്ലതാണ്. ചെടി, പച്ചക്കറി, ഇതിൽ പച്ചമുളക് തൈയും വെണ്ട അതുപോലത്തെ ഒക്കെ നടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 10 മണി ചെടി നടട്ടെ വിചാരിച്ചത്. എന്താണ്, നമ്മൾ എടുത്ത് 10 മണി ചെടികളിപ്പോൾ തീരെ ഇല്ലാതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നട്ട് പിടിപ്പിക്കുന്ന ഒരു സമയം കേട്ടോ ഞാൻ. എന്നിട്ട് വേണം നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു വിമാനം ഇങ്ങനെ പോണത് കേട്ടോ. അത് കണ്ട് അതും ഒന്നോട്ട് വീഡിയോ എടുത്തു കേട്ടോ. നല്ല സൗണ്ടിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളതൊന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ വേഗം നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് പോകണമെന്ന് കാണാൻ. നമ്മളപ്പോഴത്തേന് നമ്മളെ ചെടിയൊക്കെ ഒക്കെ നട്ട് റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഇനി ഇതിങ്ങോട്ട് ഉഷാറായിട്ട് ഇങ്ങോട്ടുണ്ടാകും, പെട്ടെന്ന് പിടിക്കട്ടെ. ഈ 10 മണി ചെടികളും 10 മണി 8 മണിയുമുള്ള ചെടികളൊക്കെ വേഗം പിടിക്കട്ടെ. നല്ല ഭംഗി അതിൻ്റെ പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് ഇങ്ങോട്ട് തേച്ച് കളഞ്ഞത് കേട്ടോ. ചെടി വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോക്സ് തേച്ച് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് വേറെ ആവശ്യത്തിനേക്കാണെങ്കിൽ നമുക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കണമല്ലോ. പിന്നെ ഇതിലേക്ക് മണ്ണാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേച്ചേക്കാതെ. നമുക്കൊരു ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ ചെടിയൊക്കെ ഉണ്ടായി നിറയെ പൂവിട്ട് ഇങ്ങോട്ട് നിൽക്കണത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കേ.